കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് ബി അശോകിനെ മാറ്റിയത് വകുപ്പ് മന്ത്രി അറിയാതെ. എൻ പ്രശാന്തിനെ അനുകൂലിക്കുന്നതിനാലാണ് മാറ്റമെന്നാണ് സൂചന. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാണ് ആക്കിയത്. റഷീദ് ചേരുന്നു. റഹീസ്, ബി അശോക് എൻ പ്രശാന്തിനെ അനുകൂലിച്ചു എന്നതിന്റെ പേരിലാണോ ഈ മാറ്റം? അതും വകുപ്പ് മന്ത്രി അറിയാതെ ഇത്തരം ഒരു പ്രധാനപ്പെട്ട വകുപ്പിൽ ഇരിക്കുന്ന, തസ്തികയിലിരിക്കുന്ന, അതും പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് അങ്ങനെ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അസാധാരണമായൊരു നീക്കമാണോ ഇത്? എന്ന് തന്നെയാണ് IAS ഉദ്യോഗസ്ഥരും ഒപ്പം കൃഷി വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അജണ്ടയായാണ് പെട്ടെന്ന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ ബി അശോകനെ തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള ഒരു തീരുമാനം എടുക്കുന്ന അജണ്ട പെട്ടെന്ന് മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന പി പ്രസാദിന് പോലും തൻ്റെ വകുപ്പിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ മാറുന്നതിനെക്കുറിച്ച് ഒരു ധാരണ അദ്ദേഹത്തിനും ഇല്ലായിരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് അത്തരമൊരു അജണ്ട കൊണ്ടുവരുമ്പോൾ അതവിടെ നടപ്പിലാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും കാർഷികോൽപാദന കമ്മീഷണറും കൂടിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതിന് പിന്നിൽ എൻ പ്രശാന്തുമായി വളരെ അടുത്ത ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നൊരു പൊതുവായൊരു സംസാരമുണ്ട്. നമുക്കറിയാം, അദ്ദേഹം KSEB-യിൽ ഇരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരുമായി അല്ലെങ്കിൽ വകുപ്പുമായി നിരന്തരം CPM-ൻ്റെ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി നിരന്തരം പ്രശ്നത്തിലേർപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ബി അശോക്. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ നിർത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. അവിടെ നിന്ന് മാറ്റുന്നതിനൊരു കാരണം പറയുന്നത്, നിലവിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിലാണ് കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തായി അദ്ദേഹത്തിന് ഓഫീസുള്ളത്. ഇനി തദ്ദേശ വകുപ്പിലേക്ക് അദ്ദേഹം തദ്ദേശ വകുപ്പിലേക്ക് മാറുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്തേക്ക് കൂടി അദ്ദേഹം വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തദ്ദേശ വകുപ്പിൽ പരിഷ്കാര കമ്മീഷൻ എന്നത് ഇതിനു മുമ്പുള്ള ഒരു പദവിയല്ല. തദ്ദേശ വകുപ്പിലെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി വന്ന ഭരണപരിഷ്കാര കമ്മീഷനൊക്കെ പോലുള്ള മറ്റൊരു കമ്മീഷനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലവിലെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്ന് എന്ന് മാത്രമല്ല, അരുൺ, ഒരു കാര്യം കൂടി പറയാണ്ട്, അതായത് ലോകബാങ്കിൻ്റെ ഏതാണ്ട് 2500 കോടി രൂപയുടെ ഒരു സഹായം കേരളത്തിന് കിട്ടുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ആദ്യ ഗഡു അടുത്ത ദിവസങ്ങളിലാണ് കിട്ടുന്നത്. അതിന് ചുക്കാൻ പിടിച്ചതും ഇദ്ദേഹം ആണ് എന്ന് ആ വകുപ്പിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഒരു അതൃപ്തി ഉണ്ടോ റഹീസ്? എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൃഷി വകുപ്പ് മന്ത്രിക്ക് അതൃപ്തിയുണ്ട്, ബി അശോകിന് അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഏത് തരത്തിലാണ് പുറത്തു വരുന്നതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഇപ്പോൾ അവധിയിലാണുള്ളത്. ആ അവധി തുടരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അതൊരു നിർണായകമായ നീക്കമാണ്. ചുരുക്കത്തിൽ പ്രശാന്തിൻ്റെ ടീമിനെ വെട്ടുകയാണോ എന്നൊരു ചോദ്യം ബലപ്പെടാം. പ്രശാന്തിനെ അനുകൂലിക്കുന്നവരെ ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്രസക്തമായ വകുപ്പുകളിലേക്ക് മാറ്റുമെന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ? എൻ പ്രശാന്ത് IAS-ന് 4 മാസത്തെ കൂടി സസ്പെൻഷൻ നീട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ സസ്പെൻഷനിലായ മല്ലു ഹിന്ദു വാട്സപ്പ് കൂട്ടായ്മയും മുസ്ലിം വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സർവീസിനുള്ളിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണല്ലേ? അപ്പോൾ എൻ പ്രശാന്തിനെ അനുകൂലിച്ചതിൻ്റെ പേരിലോ അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ളതിൻ്റെ പേരിലാണോ ബി അശോകിനെ മാറ്റിയത് എന്നുള്ളതാണ് IAS സർക്കിളിലുള്ള പരക്കെയുള്ള സംസാരം. കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ, നമുക്ക് മനസ്സിലാക്കും. എന്തായാലും ബി അശോകിൻ്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ എൻ പ്രശാന്ത് കൂടുതൽ പ്രതികരിക്കുമോ എന്നറിയില്ല. നമുക്ക് പ്രശാന്തിൻ്റെ പ്രതികരണവും കൂടി തേടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ,